ഒരു സർക്കാർ ഫാക്ടറിയിലെ ജീവനക്കാരുടെ സീനിയോറിറ്റിയെ സംബന്ധിച്ച തർക്കത്തെ തുടർന്നുള്ള കേസ് കോടതിയിലെത്തുകയുണ്ടായി. അപ്പീൽവാദിയായ ജീവനക്കാരൻ ആദ്യം പ്രൊബേഷനിൽ നിയമിക്കപ്പെടുകയും പിന്നീട് സ്കിൽഡ് ഗ്രേഡിലേക്കു സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സീനിയോറിറ്റി ലിസ്റ്റിൽ താൻ സഹപ്രവർത്തകരെക്കാൾ താഴെയാണ് എന്ന വസ്തുത മനസ്സിലാക്കിയ ജീവനക്കാരൻ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. ഒരു ജീവനക്കാരന്റെ ആദ്യഘട്ടത്തിലെ നിയമനത്തിന്റെ തീയതിയാണോ അതോ സ്കിൽഡ് ഗ്രേഡിലേക്ക് അയാൾക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച അഥവാ ജോലി ഉറപ്പായ തീയതിയാണോ സീനിയോറിറ്റി കണക്കാക്കുമ്പോൾ പരിഗണിക്കേണ്ടത് എന്നതായിരുന്നു കേസിലെ തർക്കവിഷയം. ഒരു വ്യക്തി ചട്ടങ്ങളനുസരിച്ച് ഒരു പദവിയിൽ നിയമിതനാകുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ അയാൾ നിയമിതനായ തീയതി മുതലാണ് അയാളുടെ സീനിയോറിറ്റി കണക്കാക്കേണ്ടത്, അല്ലാതെ നിയമനം ഉറപ്പിക്കുന്ന തീയതി മുതലല്ല. ചട്ടങ്ങളിൽ ഇതിനു വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ ജോലി ഉറപ്പിക്കുന്ന തീയതി മുതൽ സീനിയോറിറ്റി കണക്കാക്കാനാകൂ. ചില സാഹചര്യങ്ങളിൽ ഒരു ജീവനക്കാരൻ പ്രൊബേഷൻ കാലയളവ് പൂർത്തിയാക്കിയതിനു ശേഷം ജോലി ഉറപ്പിക്കുന്നതിനു കാലതാമസം വന്നാൽ പോലും പ്രൊബേഷനിൽ നിയമിതനായ തീയതി മുതൽ വേണം അയാളുടെ സീനിയോറിറ്റി കണക്കുകൂട്ടേണ്ടത്. ചുരുക്കിപ്പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിൻസെന്റ് വേളാങ്കണ്ണി വി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ 2024 KHC ഓൺലൈൻ 6536 പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം ഒരു ജീവനക്കാരനെ നിയമപ്രകാരം ആദ്യം ജോലിയിൽ നിയമിക്കുന്ന തീയതി മുതലാണ് അയാളുടെ സീനിയോറിറ്റി കണക്കാക്കേണ്ടത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.